എല്ലാവർക്കും എജുനെറ്റിലേക്ക് സ്വാഗതം. നമ്മൾ പ്രമാണാസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. പ്രത്യക്ഷ പ്രമാണം നോക്കി, ഉപമാനം നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രത്യക്ഷ പ്രമാണം നോക്കി, അനുമാനം നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഉപമാനയാണ്, അഥവാ കമ്പാരിസൺ ആണ്. എളുപ്പമുള്ളൊരു പ്രമാണമാണ്. വലിയ ക്ലാസിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇപ്പൊ നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, the knowledge of the relation between a word and its denotation. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതെന്ത് ടൈപ്പ് ഓഫ് പ്രമാണയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പ്രമാണാസ് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണും. അപ്പൊ എന്താണ് ദ നോളജ് ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ എ വേർഡ് ആൻഡ് ഇറ്റ്സ് ഡിനോട്ടേഷൻ എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് എന്ത് ടൈപ്പ് ഓഫ് പ്രമാണയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ എന്താണ്? ഉപമാനയാണ്. അപ്പൊ ഉപമാന എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാരിസൺ ആണ്. ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ നോളജ് ഓഫ് റിസംബ്ലൻസ് ഓർ സിമിലാരിറ്റി. നമുക്കിവിടെ നോളജ് കിട്ടുന്നത് എന്തിലൂടെയാണ്? റിസംബ്ലൻസിലൂടെയും സിമിലാരിറ്റിയിലൂടെയാണ്. രണ്ട് ഒബ്ജക്റ്റിന്റെ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ റിസംബ്ലൻസ് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടെ ഒരു നോളജ് കിട്ടുന്നത്. കമ്പാരിസൺ ഈസ് ദ മീൻസ് ഓഫ് knowing an unknown object through its resemblance with another well-known object. ഇപ്പൊ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പാരിസൺ ഈസ് ദ മീൻസ് ഓഫ് നോയിങ് ആൻ അൺനോൺ ഒബ്ജക്ട്. നമുക്ക് എപ്പോഴാണ് നോളജ് കിട്ടുന്നത്? നമുക്ക് അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ അറിയുമ്പോഴാണ്. ഇപ്പൊ കമ്പാരിസണിലൂടെ നമ്മൾ എന്താണ്? അറിയാത്ത ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ അറിയുന്നു. അതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ത്രൂ ഇറ്റ്സ് റിസംബ്ലൻസ് വിത്ത് അനദർ വെൽ നോൺ ഒബ്ജക്ട്. അല്ലെ, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഒബ്ജക്റ്റിന്റെ റിസംബ്ലൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമുക്കിവിടെ എന്താണ് ഈ ഒരു അൺനോൺ ഒബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ അറിയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സ്ഥിരം നെറ്റ് എക്സാമിന് ചോദിക്കുന്ന സ്ഥിരം എക്സാമ്പിൾ തന്നെയാണ്. ഗവയ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്താണ്? ഉപമാനയാണ്. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? എ പേഴ്സൺ ഫെമിലിയർ വിത്ത് എ കൗ ഇൻ എ ടൗൺ ലേൺസ് ഫ്രം എ റിലയബിൾ ഫോറസ്റ്റർ ദാറ്റ് എ വൈൽഡ് കൗ ഗവയ റിസംബിൾസ് എ കൗ. അപ്പം ഒരാൾ അറിയുകയാണ് എന്താണ്? ഒരു റിലയബിൾ ആയിട്ടുള്ള ഫോറസ്റ്ററിൽ നിന്ന് അറിയാണ് ഗവയ എന്ന് പറയുന്ന ഒരു ആനിമല് പശുവിനെ പോലത്തെ ഒരു മൃഗമാണ് എന്ന് അദ്ദേഹം അറിയാണ്. ഹി ഗോസ് ടു എ ഫോറസ്റ്റ്. അദ്ദേഹം എന്താണ്? ഫോറസ്റ്റിലോട്ട് പോകുന്നു. അപ്പൊ അവിടെ എന്ത് കാണുകയാണ്? പെർസീവ്സ് എ സ്ട്രേഞ്ച് ആനിമൽ റിസംബ്ലിങ് എ കൗ. അപ്പൊ അവിടെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ആനിമലിനെ അയാൾ കാണുകയാണ്. ആ ആനിമല് ആരെ പോലെ ഇരിക്കുകയാണ്? പശുവിനെ പോലെ ഇരിക്കുകയാണ്. പശുവുമായിട്ട് എന്തുണ്ട്? റിസംബ്ലൻസ് ഉണ്ട്. പശുവുമായിട്ട് എന്താണ്? ആ ഒരു ആനിമല് സിമിലർ ആണ്. അപ്പൊ എന്താണ്? റിമെമ്പേഴ്സ് ദ ഡിസ്ക്രിപ്ഷൻ ദാറ്റ് എ ഗവയ ഈസ് ആൻ ആനിമൽ ലൈക്ക് എ കൗ. അപ്പൊ അദ്ദേഹം ആ ഒരു ഡിസ്ക്രിപ്ഷൻ അദ്ദേഹത്തിന്റെ മനസ്സിലോട്ട് വരുവാണ്. ഗവയ എന്ന് പറയുന്ന ആനിമല് ഏതുപോലുള്ള ആനിമലാണ്? പശുവിനെ പോലത്തെ ഒരു ആനിമലാണ്. അങ്ങനെ അദ്ദേഹം അത് മനസ്സിലാക്കുകയാണ്. ആൻഡ് നോസ് ദ ആനിമൽ ടു ബി എ വൈൽഡ് കൗ. അപ്പം അദ്ദേഹം കണ്ട ആനിമല് ഗവയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അതെങ്ങനെയാണ് ആള് മനസ്സിലാക്കിയത്? ത്രൂ ദ നോളജ് ഓഫ് ഇറ്റ്സ് റിസംബ്ലൻസ് വിത്ത് എ വെൽ നോൺ കൗ. അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയാവുന്ന ആനിമലാണ് കൗ എന്ന് പറയുന്നത്, പശു എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റിസംബ്ലൻസുമായിട്ട്, ആ പശുവിന്റെ റിസംബ്ലൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അത് വൈൽഡ് കൗ ആണ് അല്ലെങ്കിൽ ഗവയാണ് എന്നുള്ള ഒരു നോളജ് ആൾക്ക് കിട്ടുന്നത്. അപ്പം ഇതിൽ നിന്ന് മാത്രമേ എക്സാമിന് ചോദിക്കുള്ളൂ. കണ്ടോ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. കണ്ടോ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ചോദിക്കുന്നത് എന്താണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ചോദിക്കാം. കമ്പാരിസൺ ഈസ് ദ മീൻസ് ഓഫ് knowing an unknown object through its resemblance with an another well-known object. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ചോദിക്കാം. പിന്നെ ചോദിക്കുന്ന ഈ ഗവയുടെ എക്സാമ്പിൾ ആണ്. ഈ 3 സെന്റൻസിൽ നിന്ന് മാത്രമേ, ഈ 3 ഏരിയയിൽ നിന്ന് മാത്രമേ ഉപമാനയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഓക്കെ, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ശബ്ദയാണ്. 4ാമത്തെ പ്രമാണമാണ്. ശബ്ദയെ നമ്മൾ വെർബൽ ടെസ്റ്റിമണി എന്ന് പറയും, അതേപോലെ തന്നെ ആഗമ എന്ന് പറയും. ഇപ്പൊ നെറ്റ് എക്സാമിന് ഒന്നുകിൽ ശബ്ദ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വെർബൽ ടെസ്റ്റിമണി എന്ന് ചോദിക്കാം. ശബ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദ ഓർ വെർബൽ ടെസ്റ്റിമണി ഈസ് അക്സെപ്റ്റഡ് ആസ് ആൻ ഇൻഡിപെൻഡന്റ് സോഴ്സ് ഓഫ് നോളജ് ഇൻ ഓൾ ദ സ്കൂൾ ഓഫ് ഇന്ത്യൻ തോട്ട്സ് എക്സെപ്റ്റ് ബുദ്ധിസം, ജൈനിസം, ചാർവാക ആൻഡ് വൈശേഷിക. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് ബുദ്ധിസം, ജൈനിസം, ചാർവാക, വൈശേഷിക
ഈ 4 സ്കൂൾസ് ഒഴിച്ചു ബാക്കി എല്ലാ സ്കൂൾസും, ബാക്കി എല്ലാ ഇന്ത്യൻ ഫിലോസഫിക്കൽ സിസ്റ്റംസും ശബ്ദത്തെ അല്ലെങ്കിൽ വെർബൽ ടെസ്റ്റിമണി എന്തായിട്ട് കാണുന്നുണ്ട്? ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അല്ലെങ്കിൽ പ്രമാണമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? അതോറിറ്റേറ്റീവ് വെർബൽ ടെസ്റ്റിമണി ഈസ് കോൾഡ് ശബ്ദ. റിലയബിൾ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? ശബ്ദയായിട്ട് എടുക്കാം. ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ട്രസ്റ്റ്വർത്തി ഓർ റിലയബിൾ പേഴ്സൺ. അപ്പം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന റിലയബിൾ ആയിട്ടുള്ള വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നത് ശബ്ദ എന്ന് പറയുന്നത്. എ പേഴ്സൺ ഈസ് ട്രസ്റ്റ്വർത്തി ഇഫ് ഹി ഓർ ഷീ നോസ് ദ ട്രൂത്ത് ആൻഡ് കൺവേസ് ഇറ്റ്സ് കറക്റ്റ്ലി. അപ്പോൾ ഒരു പേഴ്സൺ എപ്പോഴാണ് സത്യസന്ധനാകുന്നത് അല്ലെങ്കിൽ റിലയബിൾ ആകുന്നത്? എപ്പോഴാണ് അദ്ദേഹത്തിന് ട്രൂത്ത് അല്ലെ, സത്യത്തെ കുറിച്ചിട്ടൊരു ധാരണ ഉള്ളപ്പോൾ, അതേപോലെ തന്നെ എന്താണ്, ട്രൂത്ത് കറക്റ്റ് ആയിട്ട് അദ്ദേഹം കൺവേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ എന്താന്ന് പറയാം? ട്രസ്റ്റ്വർത്തി എന്ന് പറയാം. ആ പേഴ്സൺ എന്താകാം? റിലയബിൾ ആകാം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റിനെയും നമുക്ക് എന്തായിട്ട് പറയാം? ശബ്ദയായിട്ട് പറയാം. 2 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് ഇവിടെ നോക്കാനുണ്ട്. ദ ടെസ്റ്റിമണി ഓർ ശബ്ദ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 2 ways. ഇപ്പൊ 2 രീതിയിൽ ശബ്ദത്തെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ദൃഷ്ടാർത്ഥ ആൻഡ് അദൃഷ്ടാർത്ഥ ശബ്ദയാണ്. ദ ടെസ്റ്റിമണി വിച്ച് ഈസ് റിലേറ്റഡ് ടു പെർസെപ്റ്റിബിൾ ഒബ്ജക്റ്റ് കോൾഡ് ദൃഷ്ടാർത്ഥ ശബ്ദ. അപ്പൊ നമുക്ക് സെൻസ് ഓർഗൻസിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളെ കുറിച്ചിട്ടുള്ള ടെസ്റ്റിമണി ആണെന്ന് പറയുന്നത് ദൃഷ്ടാർത്ഥ ശബ്ദ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ആന ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ ഇവിടെ ഒരു ആനയുണ്ട്, ഇവിടെ ഒരു ആനയുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദൃഷ്ടാർത്ഥ ശബ്ദമാണ്. എന്തുകൊണ്ടാണത് അത് ദൃഷ്ടാർത്ഥ ശബ്ദം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ, ഞാൻ എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത്, ആ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർസീവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സെൻസ് ഓർഗൻസിലൂടെ നിങ്ങൾക്ക് അതിനെ അറിയാൻ സാധിക്കും അല്ലെങ്കിൽ കാണാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ ഇവിടെ പറയുന്ന അടുത്തത് എന്താണ്? ദ ടെസ്റ്റിമണി വിച്ച് ഈസ് റിലേറ്റഡ് ടു ഇംപെർസെപ്റ്റിബിൾ ഒബ്ജക്റ്റ് കോൾഡ് അദൃഷ്ടാർത്ഥ ശബ്ദ. അപ്പൊ ഇംപെർസെപ്റ്റിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇപ്പം ഹെല്ലിനെ കുറിച്ചിട്ട്, ഹെവനെ കുറിച്ചിട്ട്, ഗോഡിനെ കുറിച്ചിട്ട്, സ്നേഹത്തെ കുറിച്ചിട്ടൊക്കെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വരുന്നത് എവിടെയാണ്? അദൃഷ്ടാർത്ഥ ശബ്ദയിലാണ്. ഓക്കെ. അപ്പൊ ഇംപെർസെപ്റ്റിബിൾ ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ അദൃഷ്ടാർത്ഥ ശബ്ദം എന്ന് പറയും. പെർസെപ്റ്റിബിൾ ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ടെസ്റ്റിമണിയെ നമ്മൾ ദൃഷ്ടാർത്ഥ ശബ്ദ എന്ന് പറയും. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ്, ഈ ക്ലാസിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ലൗകിക ആൻഡ് വൈദിക ശബ്ദ. അപ്പം നമുക്ക് ശബ്ദത്തെ 2ആയിട്ട് പറയാം. ലൗകിക എന്ന് ചോദിക്കാം അല്ലെങ്കിൽ സെക്യുലർ ശബ്ദ എന്ന് ചോദിക്കാം. അപ്പൊ എന്താണ് ലൗകിക ഓർ സെക്യുലർ ശബ്ദ? ഈസ് ദ വേർഡ്സ് ഓഫ് എ ട്രസ്റ്റ്വർത്തി പേഴ്സൺ. അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സത്യസന്ധനായിട്ടുള്ള വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് എന്തെന്ന് പറയാം? ലൗകിക ശബ്ദ എന്ന് പറയാം. ലൗകിക ശബ്ദ ബീയിങ് ദ വേർഡ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ് who are liable to error are not all valid. അപ്പം ലൗകിക ശബ്ദ എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. അപ്പൊ അവിടെ തെറ്റുവരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെ, മനുഷ്യന്മാർ പറയുന്നത് എല്ലാം തന്നെ എന്താകണമെന്നില്ല, ശരിയാകണമെന്നില്ല. ഓൺലി ദ വേർഡ്സ് ഓഫ് ട്രസ്റ്റ്വർത്തി പേഴ്സൺ ഹു ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത് ആർ വാലിഡ്. അപ്പൊ എന്താണ്? ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള, എല്ലായ്പ്പോഴും സത്യം മാത്രം പറയുന്ന വ്യക്തികളുടെ സ്റ്റേറ്റ്മെന്റ് മാത്രമായിരിക്കും എന്തായിട്ട് മാറുന്നത്? വാലിഡ് ആയിട്ട് മാറുന്നത്. അടുത്തത് പറയുന്നത് വൈദിക ടെസ്റ്റിമണിയാണ്. വൈദിക ടെസ്റ്റിമണി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്, ഇൻഫാലിബിൾ ആണ് ബൈ ഇറ്റ്സ് വെരി നേച്ചർ. അതിന്റെ സ്വഭാവം വെച്ചിട്ട് തന്നെ അത് എന്താണ്? പെർഫെക്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? വൈദിക ശബ്ദം എന്ന് പറയുന്ന വേദാസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എന്താണ്? വാലിഡ് ആയിരിക്കും. അത് ഒരിക്കലും തെറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ബിക്കോസ് ദ വേദാസ് ആർ സ്പോക്കൺ ബൈ ഗോഡ്. അപ്പം വേദാസിലുള്ള ഓരോ സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടുള്ളത് ദൈവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വൈദിക ടെസ്റ്റിമണി അല്ലെങ്കിൽ വൈദിക ശബ്ദ എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് ആണ്, അത് ഇൻഫാലിബിൾ ആണ്. അതൊരിക്കലും അതിൽ എന്തുണ്ടാകില്ല? തെറ്റ് വരില്ല. ലൗകിക ശബ്ദം എന്ത് വരാം? ലൗകിക ശബ്ദയിൽ തെറ്റ് വരാം. പക്ഷേ വൈദിക ശബ്ദയിൽ അല്ലെങ്കിൽ വൈദിക ടെസ്റ്റിമണിയിൽ എന്തുണ്ടാകില്ല? ഒരു രീതിയിലുള്ള എററും ഉണ്ടാവില്ല. ഇത്രയാണ് നമുക്ക് ശബ്ദയിൽ പഠിക്കാനുള്ളത്. ഇനി ശബ്ദയിൽ ചെറിയൊരു പോർഷനും കൂടെ ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് ശബ്ദ പ്രമാണം നമ്മൾ കംപ്ലീറ്റ് ആവും. അപ്പൊ അത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്തിട്ട് തരാം.